ഈ വീഡിയോയിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേഷൻ്റെ രണ്ട് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേഷനാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ 1 by 1 ആയിട്ട് തുടങ്ങി. ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് ഡെറ്റ് കാൽക്കുലേഷനാണ് ലാസ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ ഷോർട്ട് ടേം ഡെറ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ദെൻ ലോങ് ടേം ഡെറ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫോർമുലാസ് ഡിസ്കസ് ചെയ്ത് പിന്നീട് ഒരു പ്രോബ്ലവും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹൗ ടു കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ഇറിഡീമബിൾ ഡെറ്റ് യൂസിങ് ആൻ എക്സാമ്പിൾ. ഓക്കെ, കോസ്റ്റ് ഓഫ് ലോങ് ടേം ഡെറ്റ്, അതായത് ഇറിഡീമബിൾ ഡെറ്റിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. എക്സാമ്പിൾ ഇസ് a company issues 10% debentures of rupees 1 lakh. Rate of tax is 50%. Then calculate cost of debt if debentures are issued at par nan issue. That means face value nan issue. What's the cost of debt? Then this 10% discount nan issue. What will be the cost of debt? Pinidi 10% premium nan issue. What will be the cost of debt? Idana nammade question. So first of all, let's see what's the cost of debt if debentures are issued at par. Par means face value. ഇപ്പോൾ ഒരു ഡിബെഞ്ചറിൻ്റെ വില എത്രയാണെന്ന് പറയുന്നില്ല. ഇവർ പറയുന്നത് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്ത് 1 lakh rupees റേസ് ചെയ്യുന്നു. ഫേസ് വാല്യൂവിനാണ് ഇഷ്യൂ ചെയ്തത്. ഓക്കെ, ഈ ഡിബെഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 10%. യഥാർത്ഥം ഇതാണ് കോസ്റ്റ് ഓഫ് ദ ഡെറ്റ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത് ഒരു ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റമാണ്. അതുകൊണ്ട് നെറ്റ് കോസ്റ്റ് 10% വരെയില്ല, അതിലും താന്നൊരു റേറ്റ് ആയിരിക്കും. ആ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം? ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യണം. ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടാക്സ് റേറ്റ് അറിയണം. ക്വസ്റ്റ്യനിൽ ടാക്സ് റേറ്റ് തന്നിട്ടുമുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് കാൽക്കുലേഷൻ ഇസ് കോസ്റ്റ് ഓഫ് ഡെറ്റ് issued at cost of debentures issued at par. The formula is KD equals I divided by P into 1 minus T. ഇതാണ് കോസ്റ്റ് ഓഫ് ഡെറ്റിൻ്റെ ഫോർമുല. ഫേസ് വാല്യൂവിനാണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് ദിസ് ഫോർമുല. I divided by P into 1 minus T. I എന്ന് പറയുന്നത് അറിയാമല്ലോ, ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്. ദെൻ P is the proceeds from that issue. ദെൻ T is the tax rate. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഓരോന്ന് എടുത്തെഴുതാം. I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ്. ഇൻട്രസ്റ്റ് എത്ര രൂപയാണ് നമ്മൾ റേസ് ചെയ്തത്? 1 lakh rupees അല്ലേ റേസ് ചെയ്തത് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്ത്. അതിന് 10% ഇൻട്രസ്റ്റ് ആണ്. സോ ദ ഇൻട്രസ്റ്റ് എമൗണ്ട് ഇസ് 10,000. ദെൻ വി നീഡ് ടു കാൽക്കുലേറ്റ് P. P മീൻസ് പ്രൊസീഡ്സ് ഫ്രം ദി ഇഷ്യൂ. അതായത് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തത് വഴി നമ്മൾ എത്ര രൂപ റേസ് ചെയ്യുന്നത്. എത്ര രൂപയാണ് റേസ് ചെയ്ത്? 1 lakh rupees റേസ് ചെയ്തു. ഫ്ലോട്ടേഷൻ കോസ്റ്റ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ 1 lakhൽ നിന്ന് ആ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്ത് ബാക്കി പൈസയെ നമുക്ക് റേസ് ചെയ്തതായിട്ട് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ അത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് P, ദാറ്റ് ഇസ് പ്രൊസീഡ്സ് ഫ്രം ദാറ്റ് ഇഷ്യൂ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് ദാറ്റ് ഇഷ്യൂ എന്ന് പറയാം. അത് എത്രയാണ്? 1 lakh rupees. 1 lakhൽ റേസ് ചെയ്ത് കിട്ടിയത്. പിന്നീട് ടാക്സ് റേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50%. 50% മീൻസ് വി ഹാവ് ടു എക്സ്പ്രസ് ഇറ്റ് ഇൻ ഡെസിമൽ. 50 divided by 100 ദാറ്റ് ഗിവ്സ് 0.50. നമുക്ക് വേണ്ടുന്ന വേരിയബിൾസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഫോർമുല അപ്ലൈ ചെയ്യാം. കോസ്റ്റ് ഓഫ് ഡെറ്റ് ദാറ്റ് ഇസ് KD ഈക്വൽസ് I എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നല്ലോ. I എന്ന് പറയുന്നത് 10,000 ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് 10,000 ഓവർ P. P is proceeds from the issue, that is 1 lakh into 1 minus T. 1 minus T is 0.50. അപ്പോൾ അതിനെ സോൾവ് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പ് 10,000 ഡിവൈഡഡ് ബൈ 1 lakh എന്ന് പറയുന്നത് 0.1. പിന്നീട് 1 മൈനസ് 0.50 എന്ന് പറയുന്നത് 0.50. സോ 1 into 0.50. ദാറ്റ് ഇസ് 1 into 0.50 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.05 എന്നാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കണം? കോസ്റ്റ് ഓഫ് ഡെറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമുക്ക് യഥാർത്ഥം ഈ 0.1 into 0.50 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 0.05. അത് ഡെസിമലിലാണ് കിടക്കുന്നത്. അതിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വി നീഡ് ടു മൾട്ടിപ്ലൈ വിത്ത് 100. സോ ദി കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇസ് 5%. യഥാർത്ഥത്തിൽ നമ്മൾ എത്രയാണ് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ്?
വി ആർ പേയിങ് ദം 10%. പക്ഷേ നെറ്റ് ഇഫക്റ്റ് 10% നമ്മുടെ കയ്യിൽ നിന്നും പോകുന്നില്ല. കാരണം എന്താണ്, ഡെറ്റ് എന്ന് പറയുന്ന സോഴ്സാണ് ചൂസ് ചെയ്യുന്നതുകൊണ്ട് വി വിൽ ഗെറ്റ് സം ടാക്സ് ഡിഡക്ഷൻ. അപ്പോൾ ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നത് കൊണ്ട് ടാക്സ് ഡിഡക്ഷൻ ആ എക്സ്പെൻഡിച്ചർ അത്രയും കൊണ്ട് കുറയുന്നുണ്ട്. അപ്പോൾ ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നത് കൊണ്ട് നമുക്ക് നെറ്റ് ഇഫക്റ്റ് നമ്മുടെ ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്നും ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ പോകുന്നത് എത്ര ശതമാനം മാത്രമേ ഉള്ളൂ? ഈ 1 lakhൻ്റെ 5%. അതാണ് കോസ്റ്റ് ഓഫ് ഡെറ്റ്. ഓക്കെ. നേരെ മറിച്ച് നമ്മൾ ഈ ഫണ്ട് ഈ 1 lakh rupee ഡിബെഞ്ചർ വഴിയല്ല ഇക്വിറ്റി ഷെയർ വഴിയാണ് റേസ് ചെയ്തതെങ്കിൽ നമുക്കൊരിക്കലും ടാക്സ് ഡിഡക്ഷൻ കിട്ടില്ലായിരുന്നു. ഡിവിഡൻറ്റിന് ടാക്സ് ഡിഡക്ഷൻ ഇല്ല. എന്തിനു മാത്രമേ ടാക്സ് ഡിഡക്ഷൻ അവൈൽ ചെയ്യാൻ പറ്റൂ? ഇഫ് യു ആർ യൂസിങ് സം ഡെറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ നമുക്ക് ടാക്സ് ഡിഡക്ഷൻ അവൈൽ ചെയ്യാൻ സാധിക്കൂ. ഓക്കെ. അപ്പോൾ ഈ എക്സാമ്പിൾ കഴിഞ്ഞു. ഇനി അടുത്തത് ഇഷ്യൂഡ് അറ്റ് പാർ. 3 കേസസാണ് ക്വസ്റ്റ്യനിൽ സോൾവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇത് തന്നെ ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്. നമ്മൾ അറ്റ് പാർ എങ്ങനെയാണെന്ന് കണ്ടു. ഇനി അടുത്തത് എന്താ? അറ്റ് 10% ഡിസ്കൗണ്ട്. അപ്പോൾ 1 ലക്ഷം രൂപയാണ് ഫേസ് വാല്യൂ, 10% ഡിസ്കൗണ്ട്. അപ്പം 10% കുറഞ്ഞ് ഉള്ള എമൗണ്ടേ നമുക്ക് കിട്ടും ഇത് ഇഷ്യൂ ചെയ്യാൻ നേരം. അപ്പം അറ്റ് 10% ഡിസ്കൗണ്ട് ആണെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഡെറ്റ് എത്ര ആണെന്ന് നോക്കാം. ഓക്കെ. സോ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് 10% ഡിസ്കൗണ്ട്. ഫോമിലൊക്കെ സെയിം തന്നെ. KD = 1/NP. ഇവിടെ പിക്ക് പകരം നമ്മൾ NP എന്ന് എഴുതിയെന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് നെറ്റ് പ്രൊസീഡ്സ്. പി എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. NP എന്ന് എഴുതി. NP മീൻസ് നെറ്റ് പ്രൊസീഡ്സ്. പാർ വാല്യൂ ആണെങ്കിൽ ആ ഫുൾ എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്യും. ഡിസ്കൗണ്ടിലോ പ്രീമിയത്തിലോ ആണെന്നുണ്ടെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ കഴിഞ്ഞുള്ള വാല്യൂ എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് നെറ്റ് പ്രൊസീഡ്സ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരും. അതുകൊണ്ടാണ് NP എന്ന് എഴുതുന്നത്. ഓക്കെ. അപ്പോൾ I മീൻസ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെറ്റ് ആയതുകൊണ്ട് എപ്പോഴും ഇൻട്രസ്റ്റ് ആയിരിക്കും. I എന്ന് പറയുന്നത് എത്ര വരും? ആ എമൗണ്ടിൻ്റെ ഇത് 1 lakh rupee അല്ലേ? 1 lakh × 10%, ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000. ഇൻട്രസ്റ്റ് എപ്പോഴും നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടിനാണ് കൊടുക്കുന്നത്. ഈ എമൗണ്ട് നമ്മൾ ഡിസ്കൗണ്ടിനോ പ്രീമിയത്തിനോ ഇങ്ങനെ ഇഷ്യൂ ചെയ്തോട്ടെ, പക്ഷേ ഇൻട്രസ്റ്റ് ഷുഡ് ബി പേബിൾ ഓൺ ദി പ്രിൻസിപ്പൽ എമൗണ്ട്. അതായത് ഇൻട്രസ്റ്റ് എപ്പോഴും പാർ വാല്യൂവിനാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് 1 lakh × 10% എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 10,000. ദെൻ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 1 lakhൻ്റെ വേർത്തുള്ള ഡിബെഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ 10% ഡിസ്കൗണ്ടിനാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ 10% ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്താൽ നമുക്ക് 1 lakh rupees കിട്ടില്ല. 10% കുറച്ചുള്ള ഫിഗറെ നമുക്ക് ഡിബെഞ്ചർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തൊരു 1 lakhൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 10% ഓഫ് 1 lakh. അതായത് 10% ഓഫ് 1 lakh എന്ന് പറയുന്നത് 10,000 രൂപ. 1 lakh × 10%. സോ 1 lakh മൈനസ് 10,000. സോ ദ നെറ്റ് പ്രൊസീഡ്സ് വിൽ ബി 90,000. നമുക്ക് എത്ര രൂപ കിട്ടും? ഡിസ്കൗണ്ടിനായതുകൊണ്ട് നമ്മൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ഡിസ്കൗണ്ടിനാണ് ഇത് ഇഷ്യൂ ചെയ്തത്. അങ്ങനെ ടോട്ടൽ എത്ര രൂപയെ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ? 1 lakh വേർത്തുള്ള ഡിബെഞ്ചറാണ് ഇഷ്യൂ ചെയ്തത്. ബട്ട് വി വർ ഏബിൾ ടു കളക്ട് ഓൺലി ₹90,000. ദ റീസൺ ഇസ് വി ഓഫേർഡ് ഇറ്റ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. അപ്പം നെറ്റ് പ്രൊസീഡ്സ് 90,000 rupees ഓർഗനൈസേഷന് കളക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നുമില്ല. സോ 90,000. ഒരു കാര്യം ഓർക്കണം, നമ്മൾക്ക് 90,000 കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് ഏത് എമൗണ്ടിന് തന്നെയാണ്? പ്രിൻസിപ്പൽ എമൗണ്ടിന് തന്നെയാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അവിടെ തെറ്റിക്കരുത് കേട്ടോ, അത് ഓർത്തിരുന്നോണം. പിന്നീട് ഇനി വേണ്ടത് T ആണ്. T മീൻസ് ടാക്സ് റേറ്റ്. ടാക്സ് റേറ്റ് 50% എന്നല്ലേ പറഞ്ഞിരുന്നത്? 50% എന്ന് പറഞ്ഞാൽ 50/100, ദാറ്റ് ഇസ് 0.50. അപ്പോൾ ഈ ഫോമുലയിൽ അപ്ലൈ ചെയ്യാനുള്ള എല്ലാ വേരിയബിൾസും നമുക്ക് കിട്ടി. ഇനി ഫോമുലയിലോട്ട് ഫിഗേഴ്സിനെ അപ്ലൈ ചെയ്യാം. വരുമ്പോൾ എങ്ങനെ വരും? KD = I. ഫോമുല I എന്നല്ലേ? I എന്ന് പറയുന്നത് 10,000 ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്. നമുക്ക് ഇത് ഇഷ്യൂ ചെയ്തപ്പോൾ കിട്ടിയത് എത്രയേ ഉള്ളൂ? നെറ്റ് പ്രൊസീഡ്സ് വി ഹാവ് റിസീവ്ഡ് ഇസ് ഓൺലി 90,000 rupees. 90,000 × 1 - T, that is 1 - 0.50. That's equal to 10,000 divided by 90,000 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.111 അങ്ങനെ പോവും. ഞാൻ 3 ഡെസിമൽ ഇട്ട് നിർത്തി. ഇൻറ്റു 1 - 0.50 എന്ന് പറയുന്നത് 0.50. സോ വി വിൽ ഗെറ്റ് 0.0555 എന്നാണ് കിട്ടുന്നത്. അത് നമ്മൾ ഡെസിമലിലാണ് എക്സ്പ്രസ് ചെയ്ത് കിടക്കുന്നത്. വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു പെർസെൻറ്റേജ്. സോ മൾട്ടിപ്ലൈ വിത്ത് 100. ദെൻ വി വിൽ ഗെറ്റ് കോസ്റ്റ് ഓഫ് ഡെറ്റ് as 5.55%. അപ്പോൾ ആദ്യം നമുക്ക് ഡെസിമലിലായിരിക്കും ആൻസർ കിട്ടുന്നത്. അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഡെറ്റ് സാധാരണ നമ്മൾ പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്ത് കാണിക്കാറുള്ളത്. അതുകൊണ്ട് മറക്കാതെ അത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ ഓൺലി വി വിൽ ഗെറ്റ് ദി കോസ്റ്റ് ഓഫ് ഡെറ്റ്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഡെറ്റും മനസ്സിലായല്ലോ. യഥാർത്ഥത്തിൽ ഇതിന് എത്ര % ആയിരുന്നു? ഈ ഡിബെഞ്ചറിന് നമ്മൾ 10 ഇൻട്രസ്റ്റ് ആയിരുന്നു കൊടുക്കേണ്ടത്. പക്ഷേ ഇതൊരു ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റം ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും നെറ്റ് എത്ര പോകുന്നുള്ളൂ? ഇൻട്രസ്റ്റ് ആയിട്ട് 5.5% ആണ് പോകുന്നത്. ഇതാണ് കോസ്റ്റ് ഓഫ് ഡെറ്റ്.
ഇത് ഏത് കേസിലായിരുന്നു? ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഇനി സെയിം പ്രോബ്ലം തന്നെ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആണെങ്കിൽ, പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചും കൂടെ ഹയർ എമൗണ്ട്, ഫേസ് വാല്യൂവിനെക്കാട്ടി കൂട്ടി ഇഷ്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിലാണ് അതിനെ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത കേസ് ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്. ഇഷ്യൂഡ് അറ്റ് പാറിലാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെറ്റ് എത്രയാണ്? ദെൻ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പിന്നീട് ഇഷ്യൂഡ് അറ്റ് 10% ഡിസ്കൗണ്ടിലാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെറ്റ് എത്രയാണ്? പിന്നീട് അതും ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇഷ്യൂഡ് അറ്റ് പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിൽ ഹൗ മച്ച് വിൽ ബി ദ കോസ്റ്റ് ഓഫ് ഡെറ്റ്, അതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഫിഗേഴ്സ് എല്ലാം സെയിം തന്നെ. ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ഇഷ്യൂഡ് അറ്റ് പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിൽ ഫോർമുല ഏത് തന്നെയാണ്? I ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 1 - T. I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എപ്പോഴും പ്രിൻസിപ്പൽ എമൗണ്ടിനാണ് കൊടുക്കേണ്ടത്. ഇൻ ദിസ് ക്വസ്റ്റ്യൻ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഇസ് 1 lakh. 1 lakh ഇൻറ്റു 10% അല്ലേ പറയുന്നത്, ഈക്വൽസ് 10,000. ദെൻ NP മീൻസ് നെറ്റ് പ്രൊസീഡ്സ്. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തപ്പം 1 ലക്ഷം രൂപ ഫേസ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ 1 ലക്ഷം രൂപ പാർ വാല്യൂ ഉള്ള ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ നമ്മൾക്ക് എത്ര രൂപ കളക്ട് ചെയ്തെടുക്കാൻ സാധിച്ചു? 10% പ്രീമിയത്തിനല്ലേ കൂട്ടിയാണ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ എത്ര രൂപ കളക്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും? 1 lakh പ്ലസ് 10% ഓഫ് 1 lakh, അതായത് 1 lakh പ്ലസ് എത്ര രൂപയും കൂടെ കിട്ടുന്ന എക്സ്ട്രാ ആയിട്ട് 10,000. സോ ദ ടോട്ടൽ നെറ്റ് പ്രൊസീഡ്സ് ഇസ് 1,10,000. അതായത് 1 ലക്ഷം രൂപ വാല്യൂ ഉള്ള ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോഴത്തേക്കും നമ്മളുടെ കയ്യിൽ, ഫേമിൻ്റെ കയ്യിൽ എത്ര രൂപയാണ് കിട്ടിയത്? 1,10,000 റുപ്പീസാണ് കിട്ടിയത്. നെറ്റ് പ്രൊസീഡ്സ് 1,10,000. ഓർക്കണം, 1,10,000 ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട കാര്യമില്ല. ഇൻട്രസ്റ്റ് എപ്പോഴും ഏത് എമൗണ്ടിനെ പേ ചെയ്യാൻ പാടുള്ള? പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് പാർ വാല്യൂ ഫിഗറിനെ ഇൻട്രസ്റ്റ് പേ ചെയ്യാവുള്ളൂ. നെറ്റ് പ്രൊസീഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ കൂടി വരാം, ഡിസ്കൗണ്ട് ആണെങ്കിൽ കുറഞ്ഞു വരാം, പ്രീമിയം ആണെങ്കിൽ കൂടി വരാം. ഓക്കെ, ഇനി T 50%, ദാറ്റ് 0.50. ഇപ്പോൾ എല്ലാ വേരിയബിൾസിനെ വാല്യൂ കിട്ടി, നമ്മൾ ഫോർമുലയിലോട്ട് അപ്ലൈ ചെയ്യാം. I is 10,000 divided by NP is net proceeds 1,10,000 rupees into 1 minus 0.50. 10,000 divided by 1,10,000 gives you 0.0909 into 1 minus 0.50 എന്ന് പറയുന്നത് 0.50. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതായത് 0.909 into 0.50 gives you 0.05. 0.05 കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എങ്ങനെ പെർസെൻറ്റേജിലോട്ട് എക്സ്പ്രസ് ചെയ്ത് കാണിക്കുക. ഡെസിമലിന് പകരം പെർസെൻറ്റേജിലോട്ട് ആക്കുക. കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? വി നീഡ് ടു മൾട്ടിപ്ലൈ വിത്ത് 100. ദെൻ വി വിൽ ഗെറ്റ് 4.5%. അപ്പോൾ ഇതാണ് കോസ്റ്റ് ഓഫ് ഡെറ്റ് കാൽക്കുലേഷൻ ഇഫ് ഇറ്റ് ഇസ് ഇഷ്യൂഡ് അറ്റ്, ഇഫ് ദ ഡിബെഞ്ചർ ഇസ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം. നമ്മൾ 3 കേസസും കണ്ട്, if it is issued at par, how much will be the cost of debt? Then if it is issued at premium, how much will be the cost of debt? Then if it is issued at discount, how much will be the cost of debt? സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു, പല കേസസിൽ നമ്മൾ ചെയ്ത് കാണിച്ചു, ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ഇറെഡീമബിൾ ഡെറ്റാണ്, അതായത് ലോങ് ടേം ഡെറ്റാണ് ഇറെഡീമബിൾ ഡെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ഫോർമുലാസും നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കണം കോസ്റ്റ് ഓഫ് ഡെറ്റിൻ്റെ. ഇനി ഒരു പ്രോബ്ലം കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. പ്രോബ്ലം ഇതാണ്. This is our question. A company issues 15% redeemable debentures at a face value of 2 lakh. Redeemable debentures of face value of ₹2 lakh at a premium of 10%. അതായത് ഫേസ് വാല്യൂ 2 ലാക്കേ ഉള്ളൂ, പക്ഷെ നമ്മളിത് ഇഷ്യൂ ചെയ്യുന്നത് 10% പ്രീമിയത്തിനാണ്. അതായത് ഒരു ഹയർ വാല്യൂവിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. 10% കൂടെ കൂട്ടിയാണ് നമ്മളത് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നീട് ഇത് കൂടാതെ എന്തുകൊണ്ടെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് 5%. കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കുറേ എക്സ്പെൻസുകൾ നമ്മൾ ഇൻകർ ചെയ്യേണ്ടി വരും. ബ്രോക്കറേജും കമ്മീഷനും അങ്ങനെയുള്ള അക്കൗണ്ടിങ് ഫീ, ലീഗൽ ഫീ, ഇങ്ങനെ കുറേ എക്സ്പെൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും നമ്മളിത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്. അപ്പം അതെല്ലാം കൂടെ എത്ര ശതമാനം വരുമെന്നാണ് പറയുന്നത്? 5% വരുമെന്നാണ് പറയുന്നത്. പിന്നീട് ടാക്സ് റേറ്റും തന്നിട്ടുണ്ട്. ടാക്സ് റേറ്റ് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഡെറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടാനുള്ള ടാക്സ് റിഡക്ഷൻ അവൈൽ ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ടാക്സ് റേറ്റ് തന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് യു ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഡെറ്റ്. കോസ്റ്റ് ഓഫ് ഡെറ്റിൻ്റെ ഫോർമുല നമുക്കറിയാമല്ലോ. കോസ്റ്റ് ഓഫ് ഡെറ്റ് ഈക്വൽസ് I ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 1 - T. ഇനി I എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ. ഇൻട്രസ്റ്റ് എത്രയാണ്? ഇൻട്രസ്റ്റ് എപ്പോഴും പ്രിൻസിപ്പൽ എമൗണ്ടിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഹിയർ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഇസ് 2 lakh. So 2 lakh into rate of interest is 15% ആണ്. 15% means interest rate ആണ് 15%.
ദാറ്റ്സ് ഈക്വൽ ടു 30,000. അപ്പം ഇൻട്രസ്റ്റ് 30,000. പിന്നീട് നമുക്ക് എന്ത് വേണം? നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ നമ്മൾക്ക് എത്ര രൂപയാണ് കളക്ട് ചെയ്തെടുക്കാൻ സാധിച്ചത്? 2 lakh rupees-ൻ്റെ ഡിബെഞ്ചേഴ്സ് നമ്മൾ എങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന പറയുന്നത് 10% പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 2 lakhനെക്കാട്ടിലും ഒരു ഹയർ എമൗണ്ട് ആയിരിക്കും, 10% കൂടിയ ഒരു എമൗണ്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 2 lakh പ്ലസ് എത്രയും കൂടെ കിട്ടും? 2 lakh പ്ലസ് 2 lakhൻ്റെ 10%, ബിക്കോസ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഓഫ് 10%. അതുകൊണ്ടാണ് അങ്ങനെ എന്ത് വന്നു? 2 lakh പ്ലസ് 20,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 2,20,000. 2 ലക്ഷം രൂപ വാല്യൂ ഉള്ള ഡിബെഞ്ചർ നമ്മൾ 20,000 രൂപ പ്രീമിയം കൂടെ ചേർത്താണ് ഇഷ്യൂ ചെയ്തത്. സോ വി ആർ ഏബിൾ ടു കളക്ട് 2,20,000 rupees. NPയും കിട്ടി. ഇനി എന്താ വേണ്ടത്? ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്തുണ്ടെന്ന് പറഞ്ഞു? കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ഉണ്ട്. കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ഉണ്ടെങ്കിൽ ആ ഫ്ലോട്ടേഷൻ കോസ്റ്റ് നമ്മൾ എന്തിൽ നിന്നും റിമൂവ് ചെയ്ത് കളയണമെന്ന്? വി ഹാവ് ടു ഡിഡക്റ്റ് ഇറ്റ് ഫ്രം നെറ്റ് പ്രൊസീഡ്സ്. കാരണം 2,20,000 രൂപ നമുക്ക് കളക്ട് ചെയ്ത് കിട്ടുന്നുണ്ട്, പക്ഷേ അതിൽ കുറച്ച് ചിലവ് നമുക്ക് ഇൻകർ ചെയ്യേണ്ടി വരുന്നു. ആ ചിലവായ എമൗണ്ട് നമുക്ക് കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ആ കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷനെ ഈ കിട്ടിയ എമൗണ്ടിൽ നിന്നും മൈനസ് ചെയ്ത് മാറ്റണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. പുതിയൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നെറ്റ് പ്രൊസീഡ്സിൽ നിന്നും കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷനെ റിമൂവ് ചെയ്ത് കളയണം. കാരണം ആ എമൗണ്ട് നമ്മൾ എക്സ്പെൻസായിട്ട് ഇൻകർ ചെയ്യുന്നു, ആ എമൗണ്ട് നമ്മൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അതിനെ എന്ത് ചെയ്ത് കളയുന്നത്? ഡിഡക്റ്റ് ചെയ്ത് കളയുന്നത്. എമൗണ്ട് എത്ര ആണെന്നും പറയുന്നില്ല, ഫിഗർ പറയുന്നില്ല. അതിന് പകരം എന്തെന്നാ പറയുന്നത്? ഇത്ര പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. എത്ര പെർസെൻറ്റേജ്? 5%. എന്തിൻ്റെ 5%? അതായത് നെറ്റ് പ്രൊസീഡ്സിൻ്റെ 5%. ഓക്കെ, ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പറയും കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ഇസ് ₹2,000 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ 2,20,000 നിന്ന് 2,000 മൈനസ് ചെയ്താൽ മതി. ഒന്നും പറഞ്ഞിട്ടില്ല. പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ 5%, 2% എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് എന്തിൻ്റെ 5% അല്ലെങ്കിൽ എന്തിൻ്റെ 2% ആയിരിക്കും? നെറ്റ് പ്രൊസീഡ്സിൻ്റെ ഇത്ര പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രൊസീഡ്സിലെത്തി. ഇനി എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ എത്രയാണെന്ന് മനസ്സിലാക്കണം. കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ എങ്ങനെയാണ് 5% എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ 5% ആയിരിക്കും? നെറ്റ് പ്രൊസീഡ്സിൻ്റെ 5%. നെറ്റ് പ്രൊസീഡ്സ് എല്ലാം കൂടി ഇപ്പോൾ എത്രയായി? 2,20,000 rupees. അതിൻ്റെ 5% ദാറ്റ് ഇസ് 11,000 rupees. അതായത് 2,20,000 രൂപ റേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്നും എത്ര രൂപ ചിലവാകുന്നു? അത് റേസ് ചെയ്തെടുക്കാൻ വേണ്ടി 11,000 rupees ചിലവാകുന്നു. അപ്പോൾ ആ എമൗണ്ട് നമ്മൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അതിനെ എന്ത് ചെയ്ത് കളയണമെന്ന് പറയുന്നത്? ഡിഡക്റ്റ് ചെയ്ത് കളയണമെന്ന്. സോ ദി ഫൈനൽ നെറ്റ് പ്രൊസീഡ്സ് ഇസ് ഓൺലി 2,20,000 മൈനസ് 11,000 ദാറ്റ് ഇസ് ഈക്വൽ ടു 2,09,000. അപ്പോൾ എത്ര രൂപ നമ്മുടെ കയ്യിൽ കിട്ടുന്നുള്ളൂ? ഈ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്ത് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തത്, പക്ഷേ അതിൽ കുറച്ച് ഫ്ലോട്ടേഷൻ കോസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ നമ്മൾക്ക് നെറ്റ് പ്രൊസീഡ്സ് എത്ര കളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ? 2,09,000. സോ ദിസ് ഈസ് ദി ഫൈനൽ നെറ്റ് പ്രൊസീഡ്സ് എമൗണ്ട്. ഇവിടെ ഞാൻ ഗ്രോസ് എന്ന് എഴുതിയിരിക്കുന്നത് ഫൈനൽ അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഗ്രോസ് എന്ന് എഴുതിയത്. ഈ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫൈനൽ NP കിട്ടിയത്, നെറ്റ് പ്രൊസീഡ്സ്. T എന്ന് പറയുന്ന ടാക്സ് റേറ്റ്. ഈ ക്വസ്റ്റ്യനിൽ ടാക്സ് റേറ്റ് എത്രയാണെന്നാണ് പറയുന്നത്? 40%. 40% മീൻസ് 40 ഡിവൈഡഡ് ബൈ 100 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.40. ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റം അല്ലേ, ഡെറ്റ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വി വിൽ ഗെറ്റ് ടാക്സ് റിഡക്ഷൻ. അതുകൊണ്ടാണ് ഈ 1 - T ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഫിഗേഴ്സുമായി നമുക്ക് അപ്ലൈ ചെയ്യാം. ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 2,00,000 15% ദാറ്റ് ഇസ് 30,000. 30,000 ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് 2,09,000. അറിയാമല്ലോ 2,09,000 എങ്ങനെ എത്തിയെന്ന്. യഥാർത്ഥത്തിൽ 2,00,000 വാല്യൂ ഉള്ള ഡിബെഞ്ചർ ആയിരുന്നു. അത് 10% പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തത്. അങ്ങനെ 2,20,000 rupees നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു. പക്ഷേ അതിൽ നമ്മൾ എന്ത് ഇൻകർ ചെയ്യേണ്ടി വന്നു? ഒരു ഫ്ലോട്ടേഷൻ കോസ്റ്റ് 5% ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇൻകർ ചെയ്യേണ്ടി വന്നു, അതായത് 11,000 rupees. അത് മാറ്റിക്കഴിഞ്ഞ് പിന്നെ നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് നമുക്ക് കളക്ട് ചെയ്ത് കിട്ടിയത് എത്രയേ ഉള്ളൂ? 2,09,000. അങ്ങനെയാണ് NP എത്ര വന്നത്? 2,09,000 ഇൻറ്റു 1 - T is 0.40. അടുത്ത സ്റ്റെപ്പ് 30,000 ഡിവൈഡഡ് ബൈ 2,09,000 ഗിവ്സ് യു 0.1435 ഇൻറ്റു എന്ത് ചെയ്യണം? 1 - 0.40 എന്ന് പറയുന്നത് 0.60. ദെൻ യു വിൽ ഗെറ്റ് 0.0861. ഇങ്ങനെ എഴുതി കാണിക്കാവോ? പറ്റില്ല. കാരണം വി ഹാവ് ടു കൺവേർട്ട് ദിസ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇൻറ്റു പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. So 0.0861 into 100 that's equal to 8.61%. So the cost of raising debenture is how much?
8.61%. പക്ഷേ കമ്പനിയായിട്ടുള്ള എഗ്രിമെൻറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്? ഓക്കെ, കോസ്റ്റ് ഓഫ് ഡെറ്റ് 15% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 15%ൻ്റെ സ്ഥാനത്താണ് നമ്മൾക്ക് എത്ര ആയത്? യഥാർത്ഥത്തിൽ കോസ്റ്റ് ഓഫ് ഡെറ്റ് 15% ആയിരുന്നു. ഈ 15% നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് റിഡക്ഷനായിട്ട് കുറച്ച് എമൗണ്ട് സേവ് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ നെറ്റ് എത്രയാവുന്നുള്ളൂ? നമുക്ക് ഇൻട്രസ്റ്റ് 8.61%, അത്രയല്ലേ ആവുന്നുള്ളൂ. അപ്പോൾ അതാണ് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഡെറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു 2-3 പ്രോബ്ലം നമ്മൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, സോ താങ്ക് യു.